ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിന്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു മോട്ടിവേഷണൽ കോട്ടാണ്. അതിങ്ങനെയാണ്: ഒരുപാട് പരാജയപ്പെട്ടവന്റെ വിജയം അതൊരിക്കലും ചെറുതാകില്ല എന്നതാണ്. അല്ലേ? അതായത് നമ്മൾ പരീക്ഷകൾ ഒരുപാട് എഴുതുന്നുണ്ട്, പലതിലും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതാകില്ല, അത് വലിയ വിജയം തന്നെയായി തീരും, ഉറപ്പാണ്. ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത്, അതിലൊക്കെ നമ്മൾ എന്താണ് ഇടം നേടും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ വിജയം ഒരിക്കലും ചെറുതാകില്ല. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം നമ്മൾ നടത്തും. നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറുതാകില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കണ്ട, ഇദ്ദേഹം കയറി നിൽക്കുന്ന എവറസ്റ്റിന്റെ കൊടുമുടി പോലെ, എവറസ്റ്റിന്റെ ഏറ്റവും മുകളിൽ പോലെ നമ്മളും ഏറ്റവും മുകളിലത്തെ ഏറ്റവും അർഹതപ്പെട്ട ഒരു ഉദ്യോഗത്തിലേക്ക് തന്നെ എത്തും. അപ്പൊ എവറസ്റ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ചോദിച്ചാൽ എവറസ്റ്റ് ഡേ ആണ്. മെയ് 29 എന്ന് പറയുന്നത് എവറസ്റ്റ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ നോക്കുക, എവറസ്റ്റ് ഡേ മെയ് 29 ആണ്. ഓക്കെ, എവറസ്റ്റ് ഡേ ആണ് മെയ് 29 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു. ഈ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് വേണം, ഒരു സ്റ്റഡി പ്ലാൻ വേണം. ഇത് രണ്ടും കൃത്യമായി നൽകിക്കൊണ്ട് നമ്മളിതാ ജൂൺ 1-ാം തീയതി ആരംഭിക്കുന്നു ഏറ്റവും പുതിയ LDC ബാച്ച്. LDC മാത്രമല്ല, LGS, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, ഈ 3 ബാച്ചുകളുമാണ് നമ്മൾ ജൂൺ 1-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ പ്രിന്റബിൾ PDF നോട്ട്സ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ SCRT, PYQ സീരീസ്, ഇങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി മെന്റർഷിപ്പോടെ മോട്ടിവേഷൻ സെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭ്യമാകാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എവിടെ തളർന്നു പോയാലും കൈപിടിച്ചുയർത്താൻ അവിടെ റൈറ്റ് ഗൈഡൻസുമായി മിന്റ് ഉണ്ടാകും. അപ്പൊ വെറും 1999 രൂപ മാത്രമാണ്. എപ്പോഴാണോ എക്സാം അന്ന് വരെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ലഭ്യമാകും. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7907365854 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ നേരെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഈ വികസിപ്പിച്ച അങ്ങ് ഒഴിവാക്കുക. വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ സൂപ്പർ പ്രഷർ ബലൂൺ വികസിപ്പിച്ചതാരാണ്? അതായത് വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ സൂപ്പർ പ്രഷർ ബലൂൺ വികസിപ്പിച്ചതാരാണ്? അത് ഉത്തരം വരുമ്പോഴേതാണ് റെഡ് ബലൂൺ എയറോസ്പേസ് ആണ്. ഏതാണ്? റെഡ് ബലൂൺ എയറോസ്പേസ് ആണ് എന്ന് മനസ്സിലാക്കുക. വിജയവാഡയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്നാണ് ശാസ്ത്ര പരീക്ഷണ ഉപകരണങ്ങളുമായി ബലൂൺ പറന്നുയർന്നത്. എവിടെയാണ്? വിജയവാഡയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ റെഡ് ബലൂൺ എയറോസ്പേസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പ്രഷർ ബലൂൺ വികസിപ്പിച്ചതെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദേശീയ അണ്ടർ-20 ആണ്, അണ്ടർ-20, ദേശീയ അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീം ഏതാണ്? ദേശീയ അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീം അത് കേരളമാണ്. നമ്മുടെ സ്വന്തം കേരളമാണ് ദേശീയ അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നത്. ഏതാണ്? ദേശീയ അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് കേരളമാണ്. മിസോറാമിനെയാണ് കേരളം പരാജയപ്പെടുത്തിയത്. മിസോറാമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം കിരീടമണിഞ്ഞത്. ഇത് ഛത്തീസ്ഗഡിലെ നാരായൺപുരിയിലാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലെ നാരായൺപുരിയിലാണ്. അപ്പൊ ദേശീയ അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമാണ് കേരളം. പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി ആദ്യമായി സ്വർണം നേടുകയും ഇന്ത്യൻ കായിക രംഗത്ത് സംഘടനാ മികവ് കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും ചരിത്രം എഴുതിയ 2026 മെയ് മാസം അന്തരിച്ച കായിക താരം ആരാണ് എന്നാണ് ചോദ്യം. അതായത് കൃത്യമായി പഠിക്കുക. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി ആദ്യമായി സ്വർണം നേടിയ വ്യക്തിയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി ആദ്യമായി സ്വർണം നേടുകയും ഇന്ത്യൻ കായിക രംഗത്ത് സംഘടനാ മികവ് കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും ചരിത്രം എഴുതിയ 2026 മെയ് മാസം അന്തരിച്ച വ്യക്തിയാണ് ഒളിമ്പ്യൻ രൺധീർ സിംഗ്. ആരാണ്?
ഒളിമ്പ്യൻ രൺധീർ സിംഗ് ആണ്. കൃത്യമായി പഠിച്ചു വെക്കുക. ഒളിമ്പ്യൻ രൺധീർ സിംഗ്, ആ പേര് നമുക്ക് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം. ഒളിമ്പ്യൻ രൺധീർ സിംഗ് ആണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്കായി ആദ്യമായി സ്വർണം നേടിയ വ്യക്തിയാണ്. 2026 മെയ് മാസത്തിൽ അന്തരിച്ചിരിക്കുന്നത്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ 2026 മെയ് മാസം അന്തരിച്ച പ്രമുഖ മലയാളം കവി ഏതാണെന്നാണ്. 2026 മെയ് മാസം അന്തരിച്ച പ്രമുഖ മലയാളം കവിയാണ് കരിമ്പുഴ രാമചന്ദ്രൻ. കരിമ്പുഴ രാമചന്ദ്രനാണ്. നിരവധി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച വ്യക്തിയാണ് കരിമ്പുഴ രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ പാഠപുസ്തകങ്ങളിൽ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കൃതികളാണ് കരിമ്പുഴ രാമചന്ദ്രന്റേത്. അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കുക. തായമ്പക, അപ്പുവിന്റെ പാട്ടുകൾ, അപ്പുവും മുത്തശ്ശിയും, ശ്ലോക കച്ചേരി, മുത്തശ്ശി പാട്ടുകൾ തുടങ്ങിയവയാണ്. തായമ്പക, അപ്പുവിന്റെ പാട്ടുകൾ, അപ്പുവും മുത്തശ്ശിയും, ശ്ലോക കച്ചേരി, മുത്തശ്ശി പാട്ടുകൾ തുടങ്ങിയവയാണ് കരിമ്പുഴ രാമചന്ദ്രന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കൃതികൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. 2026 മെയ് മാസം അന്തരിച്ച പ്രമുഖ കവിയാണ് കരിമ്പുഴ രാമചന്ദ്രൻ. അടുത്തത്, ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര താവളം നിർമ്മിക്കാൻ 3 ഘട്ടങ്ങളിലുള്ള പദ്ധതി പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര താവളം നിർമ്മിക്കാൻ 3 ഘട്ടങ്ങളിലുള്ള പദ്ധതി പ്രഖ്യാപിച്ച സംഘടനയാണ് നാസ. നാസയാണ് ഇത്തരത്തിലൊരു 3 ഘട്ട പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തിനാണ്? ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര താവളം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചന്ദ്രനിലെ അപകട സാധ്യതയുള്ള ചുറ്റുപാടുകളിൽ ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള വൈദഗ്ധ്യം നേടുന്നതിനായി 2000 കോടി ഡോളറിന്റെ, അതായത് 1.91 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ആധുനിക ലൂണാർ റോവറുകളും ഡ്രോണുകളും ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. ആധുനിക ലൂണാർ റോവറുകളും ഡ്രോണുകളും ഉൾപ്പെടുന്നതാണ്. 2028 ബഹിരാകാശ സഞ്ചാരികളെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത്. അതുപോലെ ഈ 3 ഘട്ടങ്ങളിൽ 1-ാം ഘട്ടമാണ് ഇങ്ങനെ പറയുന്നത്. 1-ാം ഘട്ടം എന്ന് പറയുന്നത് അടുത്ത 3 വർഷം കൊണ്ടാണ്. അതായത് സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുകയും ചന്ദ്രോപരിതലത്തിലെ പ്രവർത്തനങ്ങൾക്കായി തയ്യാറെടുക്കുകയും ചെയ്യും. അതുപോലെ 2028 എത്തുന്ന യാത്രികർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ കുറഞ്ഞത് ഒരു ചാന്ദ്രവാഹനമെങ്കിലും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നാണ് നാസ പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്തത്, സ്വിറ്റ്സർലൻഡിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി അടുത്തിടെ സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡിനെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി അടുത്തിടെ സ്വന്തമാക്കിയത് ഐസ്ലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡിനെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി അടുത്തിടെ സ്വന്തമാക്കിയിരിക്കുന്നത് ഏതാണ്? ഐസ്ലാൻഡ് ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാൽ 2026 മെയ് മാസത്തിൽ സിദ്ധരാമയ്യ രാജിവെച്ചതിനെ തുടർന്ന് കർണാടകയുടെ പുതിയ, അതായത് 18ാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതാരാണ്? 2026 മെയ് മാസത്തിൽ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ രാജിവെച്ചു. പകരം പുതിയ മുഖ്യമന്ത്രിയായി, കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അതാരാണ്? DK ശിവകുമാർ ആണ്. നിലവിൽ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ ആണ് പുതിയ മുഖ്യമന്ത്രിയായി, കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ വേണ്ടി പോകുന്നത്. 18ാമത് മുഖ്യമന്ത്രിയാണ്. പഠിച്ചു വെക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാൽ, രാജ്യത്തെ പൊതുവിതരണ സംവിധാനം നവീകരിക്കുന്നതിന്റെയും കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയ പുതിയ സ്കീം ഏതാണെന്നാണ്. അതായത് രാജ്യത്തെ പൊതുവിതരണ സംവിധാനം, നമ്മുടെ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് നവീകരിക്കുന്നതിനും കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയ പുതിയ സ്കീം ഏതാണ്? അതാണ് സാർത്ഥക് PDS. എന്താണ്? സാർത്ഥക് PDS എന്നാണ് അതിന്റെ പേര്. പഠിച്ചു വെക്കുക. സാർത്ഥക് PDS എന്നാണ് ഈ ഒരു സ്കീമിന്റെ പേര്. അതായത് ഇന്ത്യയിലെ റേഷൻ വിതരണത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ചോർച്ച തടയുന്നതിനുമായി 25,530 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് നടപ്പിലാക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ച പുതിയ സാങ്കേതിക വിദ്യ അധിഷ്ഠിത പദ്ധതിയാണ് സാർത്ഥക് PDS എന്ന് പറയുന്നത്. സാർത്ഥക് PDS. ഇനി ആരാണ് നിലവിലെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദ് ജോഷിയാണ്. ഇതിന്റെ കൂടെ പഠിച്ചു വെക്കുക, കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ്? അനൂപ് ജേക്കബ് ആണ്. പഠിച്ചു വെക്കുക. അനൂപ് ജേക്കബ് ആണ്.
ഓക്കെ, കേരളത്തിലെ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് അനൂപ് ജേക്കബ് എന്ന് പഠിച്ചു വെക്കുക. കേന്ദ്രത്തിലേത് പ്രഹ്ലാദ് ജോഷിയാണ്. കേന്ദ്രത്തിലേത് പ്രഹ്ലാദ് ജോഷിയാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മറ്റൊന്നിലേക്ക് പോകാം. നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്നതിനായി അടുത്തിടെ തിരഞ്ഞെടുത്ത പുതിയ ലൂണാർ വാഹനത്തിന്റെ പേരെന്താണ്? അതായത് നാസയുടെ ആർട്ടമിസ് ദൗത്യം നമുക്കറിയാമല്ലേ, ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്നതിനായി അടുത്തിടെ തിരഞ്ഞെടുത്ത പുതിയ ലൂണാർ വാഹനത്തിന്റെ പേര് ചോദിച്ചാൽ CLV-1 എന്നതാണ്. എന്താണ്? CLV-1 എന്നതാണ് ആ വാഹനത്തിന്റെ പേര്. CLV-1 എന്നതാണ് ആ വാഹനത്തിന്റെ പേര്. അതായത് ക്രൂഡ് ലൂണാർ വെഹിക്കിൾ CLV-1. നാസയുടെ വരാനിരിക്കുന്ന ആർട്ടമിസ് ദൗത്യത്തിനായി അമേരിക്കൻ കമ്പനിയായ ആസ്ട്രോലാബ് ആണ് ഈ പറയുന്ന CLV-1 വികസിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്? ആസ്ട്രോലാബ് ആണ് ഇത്തരത്തിലൊരു CLV-1 വികസിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നമ്മൾ കുറച്ച് എക്സ്പെക്റ്റഡ് ചോദ്യങ്ങൾ കൂടി ഇനി അങ്ങോട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. അതിലൊന്നാമത്തെ ആയിട്ട് നമുക്ക് നോക്കാം, നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് അത് അശോക് കുമാർ ലാഹിരിയാണ്. ഇത്രനാളും നമ്മൾ സുമൻബെറി എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ അത് മാറ്റുക. ഇനി അങ്ങോട്ട് അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരി. മനസ്സിലേക്ക് ഉറപ്പിച്ചു വെക്കുക, അശോക് കുമാർ ലാഹിരി നീതി ആയോഗ് വൈസ് ചെയർമാൻ. അശോക് കുമാർ ലാഹിരി നീതി ആയോഗ് വൈസ് ചെയർമാൻ. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കൂടിയായിരുന്നു എന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് നീതി ആയോഗിന്റെ വൈസ് ചെയർമാനെ നമ്മൾ പഠിച്ചു. അപ്പൊ ചെയർമാൻ ആരാണ്? ചെയർമാൻ നരേന്ദ്രമോദിയാണ്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. അങ്ങനെയാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നിധി ചിബാർ ആണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. നിധി ചിബാർ ആണ് CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് നിധി ചിബാർ ആണ്. പഠിച്ചു വെക്കുക, നിധി ചിബാർ ആണ്. കൂടാതെ കുറച്ച് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വിവേക് ദെബ്രോയ് ഉൾപ്പെടെയുള്ള കുറച്ച് മുഴുവൻ സമയ അംഗങ്ങളെ പഠിച്ചു. അവരെയൊക്കെ മാറ്റി പകരം പുതിയ അംഗങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ സാമ്പത്തിക വിദഗ്ധനായ KV രാജു, എയിംസിന്റെ ഡയറക്ടറായിരുന്ന M ശ്രീനിവാസ്, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി അഭയ് കരണ്ടിക്കൽ, അതുപോലെ തന്നെ ഗോവർദ്ധൻ ദാസ് എന്നിവരെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. KV രാജു, M ശ്രീനിവാസ്, അതുപോലെ തന്നെ അഭയ് കരണ്ടിക്കൽ, ഗോവർദ്ധൻ ദാസ്. ഒന്നുകൂടി പഠിക്കുക. KV രാജു, M ശ്രീനിവാസ്, അഭയ് കരണ്ടിക്കൽ, ഗോവർദ്ധൻ ദാസ് എന്നിവരെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വെക്കുക. പിന്നെ പലപ്പോഴും PSC നമ്മുടെ ചോദിക്കുന്ന ചോദ്യമാണ് നീതി ആയോഗ് എന്നതിന്റെ മുഴുവൻ രൂപം. പഠിച്ചു വെക്കുക. NITI നീതി ആയോഗ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ മുഴുവൻ രൂപം എന്ന് ഓർക്കുക. ഇനി ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ജനുവരി മാസം 1 ഈ പറയുന്ന നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? നിലവിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. 2026 MB വീരേന്ദ്രകുമാർ നാഷണൽ സ്മാരക ലീഡർഷിപ്പ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 MB വീരേന്ദ്രകുമാർ നാഷണൽ സ്മാരക ലീഡർഷിപ്പ് പുരസ്കാരം ലഭിച്ചത് സുനിത കൃഷ്ണനാണ്. പഠിച്ചു വെക്കുക. MB വീരേന്ദ്രകുമാർ പുരസ്കാരം, MB വീരേന്ദ്രകുമാർ സ്മാരക പുരസ്കാരം 2026 ലഭിച്ചിരിക്കുന്നത് സുനിത കൃഷ്ണനാണ്. സുനിത കൃഷ്ണൻ എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമാണ് സുനിത കൃഷ്ണൻ. അതായത് ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നടത്തിയ സേവനങ്ങൾ പരിഗണിച്ചാണ് വീരേന്ദ്രകുമാർ അവാർഡ് സുനിത കൃഷ്ണന് ലഭിച്ചിരിക്കുന്നത്. MB വീരേന്ദ്രകുമാർ സ്മാരക പുരസ്കാരം സുനിത കൃഷ്ണന് ലഭിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപയും ഫലകവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കൃത്യമായി ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. 2026 പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ്? 2026 പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ്? അത് UAE ആണ്. യുണൈറ്റഡ് എമിറേറ്റ്സ് ആണ്. UAE ആണ്. ഓക്കെ, UAE ആണ് എന്താണ്
ഇപ്പൊ 2026 പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്ന് പിന്മാറിയത്? നമുക്ക് നോക്കാം. ഒപെക് അല്ലെ, അതായത് മെയ് 1 മുതൽ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും സ്വതന്ത്രമായി നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് UAE ഇവിടെ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് പിന്മാറിയിരിക്കുന്നത്. 1960 സെപ്റ്റംബർ 14 ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്താണ് രൂപീകരിക്കുന്നത്. അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രിയാണ് ഒപെക്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രിയാണ് ഒപെക് എന്ന് പറയുന്നത്. 1960 സെപ്റ്റംബർ 14 എന്താണ് രൂപീകരിക്കുന്നത്. ഇറാഖിലെ ബാഗ്ദാദിലാണ് ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി, വെനസ്വേല ഏതൊക്കെയാണ്? ഇറാഖിലെ ബാഗ്ദാദിലാണ് രൂപീകരിക്കുന്നത്. ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി, വെനസ്വേല. ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി, വെനസ്വേല എന്നീ 5 രാജ്യങ്ങൾ ചേർന്നാണ് ഒപെക് രൂപീകരിക്കുന്നത്. അപ്പൊ UAE പിന്മാറ്റത്തോടെ 11 അംഗരാജ്യങ്ങളായി മാറിയിട്ടുണ്ട്. 11, 12 ആയിട്ട് മാറിയിട്ട് 11 ആണെന്നാണ് പറയുന്നത്. 11 അംഗരാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ 2028 ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ആതിഥേയരായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലാണ്. 2028 ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. നമ്മുടെ ഇന്ത്യയിലാണ്. പഠിച്ചു വെക്കുക, ഇന്ത്യയിലാണ്. പോളണ്ടിലെ ടോറണിൽ നടന്ന വേൾഡ് അത്ലറ്റിക് കൗൺസിൽ യോഗത്തിലാണ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതിനുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത്. എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഈ പറയുന്ന ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? ഭുവനേശ്വറിൽ വെച്ചിട്ടാണ്. അതായത് പുരുഷ വനിതാ വിഭാഗങ്ങളിലായിട്ട് 26 ഇനങ്ങളാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിനുള്ളത്. പുരുഷ വനിതാ വിഭാഗങ്ങളിലായിട്ട് 26 ഇനങ്ങളാണ് ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ളത്. നടക്കുന്നത് ഇന്ത്യയിലെ ഭുവനേശ്വറിലാണ്. പഠിച്ചു വെച്ചേക്കുക. യെസ്, അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന്, വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിച്ചത് എവിടെയാണ്? വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഡൽഹിയിലാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിച്ചത് ഡൽഹിയിൽ തന്നെ ആയിരിക്കും. ഊഹിച്ച് എഴുതുക, ഡൽഹിയിലാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഡൽഹി വിമാനത്താവളത്തിനടുത്തുള്ള എയറോസിറ്റി ഹൈവേ ഇടനാഴിയിലാണ് ഈ ഒരു ടവർ പ്രവർത്തിക്കുക. എയറോസിറ്റി ഹൈവേ ഇടനാഴിയിലാണ്. ചുറ്റുമുള്ള വായുവിൽ നിന്നും മലിനീകരണ വസ്തുക്കളെ നീക്കം ചെയ്യാൻ ജീവനുള്ള ഫോട്ടോസിന്തസിസ് മൈക്രോ ആൽഗകളെയാണ് ഉപയോഗിക്കുക. അതായത് ജീവനുള്ള ഫോട്ടോസിന്തസിസ് മൈക്രോ ആൽഗകളെയാണ് ഈ പറയുന്ന മലിനീകരണ വസ്തുക്കളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുക. അതുപോലെ മെക്കാനിക്കൽ ഫിൽട്രേഷനെ ആശ്രയിക്കുന്ന പരമ്പരാഗത സ്മോക്ക് ടവറുകളിൽ നിന്ന് വ്യത്യസ്തമായി ജൈവ പ്രക്രിയയിലൂടെയാണ് ഇത്തരം ടവറുകൾ മലിനീകരണ വസ്തുക്കളെ വേർതിരിക്കുന്നത്. അതായത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആൽഗകൾ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, കണികാ പദാർത്ഥങ്ങളെ ആഗിരണം ചെയ്യുകയും ഇവയെ ഓക്സിജനും ആൽഗൽ ബയോമാസുമായി പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? യെസ്. മറ്റൊന്ന്, നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മലയാളത്തെ കേരളത്തിന്റെ ഏക ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്ന മലയാള ഭാഷാ ബിൽ 2025 ഗവർണർ അംഗീകാരം നൽകിയതെന്നാണ്. അതായത് മലയാളത്തെ കേരളത്തിന്റെ ഏക ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്ന മലയാള ഭാഷാ ബിൽ 2025 ഗവർണർ അംഗീകാരം നൽകിയത് എന്നാണ് ചോദ്യം. 2026 മാർച്ച് 4 2026 മാർച്ച് മാസം 4 തീയതിയാണെന്ന് പഠിച്ചു വെക്കുക, കൃത്യമായി പഠിക്കുക. മലയാള ഭാഷാ ബിൽ 2025 ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത് 2026 മാർച്ച് 4 2026 മാർച്ച് 4 മലയാള ഭാഷാ ബിൽ 2025 കേരള നിയമസഭ പാസാക്കിയത് 2025 ഒക്ടോബർ 9 2025 ഒക്ടോബർ 9 കേരള നിയമസഭ ഈ മലയാള ഭാഷാ ബിൽ 2025 പാസാക്കി. 1969 ഔദ്യോഗിക ഭാഷാ ആക്ട് പ്രകാരം
കേരളത്തിന്റെ ഭരണഭാഷ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ ആണ്. ഇത് റദ്ദാക്കി മലയാളം മാത്രമാക്കാനാണ് ഇപ്പോ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷോ മലയാളമോ എന്നത് മാറ്റി മലയാളം മാത്രമാക്കാനാണ് ബില്ലില് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ സർക്കാർ ഉത്തരവുകളടക്കമുള്ള എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളമാണ് ഉപയോഗിക്കുക. കോടതിയിൽ നിന്നുള്ള വിധികൾ കൂടി മലയാളത്തിൽ ലഭ്യമാക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി വരുന്നത്. ഓക്കെ, പഠിച്ചു വെക്കുക. മലയാള ഭാഷാ ബിൽ 2025 കൃത്യമായി പഠിച്ചു വെക്കണം. മറ്റൊന്ന് ഓസ്കാർ ആണ്. 98ാമത് ഓസ്കാർ ആണ്. പഠിച്ചു വെക്കണം, ഓസ്കാർ ചോദിക്കും. അപ്പൊ ഓസ്കാർ പഠിക്കുക. 2026 98ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മൈക്കൽ ബി ജോർഡൻ ആണ്. 2026 പ്രഖ്യാപിച്ച 98ാമത് ഓസ്കാർ അവാർഡ് മികച്ച നടൻ ചോദിച്ചാൽ മൈക്കൽ ബി ജോർഡൻ. മൈക്കൽ ബി ജോർഡൻ മികച്ച നടൻ. 98ാം ഓസ്കാർ മികച്ച നടൻ ഏതാണ്? സിന്നേഴ്സിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം മൈക്കൽ ബി ജോർഡൻ ലഭിച്ചിരിക്കുന്നത്. സിന്നേഴ്സ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മൈക്കൽ ബി ജോർഡനെ മികച്ച നടനായി ഓസ്കാറിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഹാംനെറ്റിലെ അഭിനയത്തിന് ജെസി ബക്ലി മികച്ച നടിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജെസി ബക്ലിയാണ് ഹാംനെറ്റിലെ അഭിനയത്തിന് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത്. അത് സംവിധാനം ചെയ്തത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. അപ്പൊ ഇവിടെ ഓസ്കാർ പഠിച്ചു വെക്കുക. മൈക്കൽ ബി ജോർദാൻ സിന്നേഴ്സിലെ അഭിനയം മികച്ച നടൻ. മൈക്കൽ ബി ജോർദാൻ മികച്ച നടൻ സിന്നേഴ്സ് ഓസ്കാർ ആണ്. മികച്ച നടി ആരാണ്? ജെസി ബക്ലി ആണ്. ഹാംനെറ്റിലെ അഭിനയത്തിന് ജെസി ബക്ലി. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. അതിന്റെ സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സണുമാണ്. പഠിച്ചു വെക്കുക. മികച്ച ചിത്രത്തിനും സംവിധായകനും ഉൾപ്പെടെ 6 പുരസ്കാരങ്ങൾ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ കരസ്ഥമാക്കി. 6 പുരസ്കാരങ്ങളാണ് മികച്ച ചിത്രം, സംവിധായകൻ ഉൾപ്പെടെ വൺ ബാറ്റിൽ ആഫ്റ്റർ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ഓക്കെ അല്ലേ? അത് പഠിച്ചല്ലോ. ഓസ്കാർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നോമിനേഷനുകളുമായി എത്തിയ സിനിമ ചോദിച്ചാൽ അത് സിന്നേഴ്സ് ആണ്. അതായത് ഓസ്കാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നോമിനേഷൻ, അതായത് 16 നോമിനേഷനുകളുമായി എത്തിയ സിനിമയാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. അത് സംവിധാനം ചെയ്തത് റയാൻ കൂഗ്ലർ ആണ്. അതായത് സിന്നേഴ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തത് റയാൻ കൂഗ്ലർ ആണ്. അപ്പൊ ഓസ്കാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം നോമിനേഷനുകളുമായി വന്ന സിനിമയാണ് ഏതാണ്? അത് സിന്നേഴ്സ് ആണ്. 16 നോമിനേഷനുകളാണ്. ആ സംവിധാനം ചെയ്തിരിക്കുന്നത് റയാൻ കൂഗ്ലർ ആണ്. അപ്പോ ആ സിന്നേഴ്സിനെ പിന്തള്ളിയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. അത് ഓർക്കുക. അതുപോലെ മികച്ച നടൻ, തിരക്കഥ, മികച്ച ഛായാഗ്രഹണം, മികച്ച നടൻ, തിരക്കഥ, മികച്ച ഛായാഗ്രഹണം ഉൾപ്പെടെ 4 അവാർഡുകൾ സിന്നേഴ്സ് കരസ്ഥമാക്കി. 4 അവാർഡുകൾ സിന്നേഴ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, മികച്ച ഛായാഗ്രഹണത്തിന് ഓസ്കാർ നേടുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വംശജിയും എന്ന നേട്ടം സ്വന്തമാക്കിയത് ഓട്ടം ഡ്യൂറൽഡ് ആർക്കപ്പോ ആണ്. ഓട്ടം ഡ്യൂറൽഡ് ആർക്കപ്പോ, സിന്നേഴ്സിലെ ഓട്ടം ഡ്യൂറൽഡ് ആർക്കപ്പോ ആണ് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം സ്വന്തമാക്കിയത്. മികച്ച ഛായാഗ്രഹണത്തിന് ഓസ്കാർ നേടുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ഓട്ടം ഡ്യൂറൽഡ് ആർക്കപ്പോ. ഓട്ടം ഡ്യൂറൽഡ് ആർക്കപ്പോ മികച്ച ഛായാഗ്രഹണത്തിന് ഓസ്കാർ നേടുന്ന ആദ്യ വനിതയും അതുപോലെ ആദ്യത്തെ ആഫ്രിക്കൻ വംശജയുമാണ്. അപ്പൊ കൃത്യമായി ഓസ്കാർ പഠിച്ചു വെക്കുക. ഓസ്കാറിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് വളരെ പ്രതീക്ഷയോടെ ഉള്ളതാണ്. അത് പഠിച്ചു വെക്കുക. വളരെ എളുപ്പമാണ്. ഇതൊന്നും മറക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതൊന്നും മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠം പുരസ്കാരത്തിന് ഈ വർഷം അർഹനായത് ആരാണ്? ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠം പുരസ്കാരത്തിന് 2026 അർഹനായത് ആർ വൈരമുത്തു. ആരാണ്? ആർ വൈരമുത്തു ആണ്. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് ജ്ഞാനപീഠം എന്ന് പറയുന്നത്. ഇതിന് 2026 അർഹനായത് ആർ വൈരമുത്തു ആണ്. ആർ വൈരമുത്തു ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. 2026 പ്രഖ്യാപിച്ചത് എങ്കിലും 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് തമിഴ് കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായ
ആർ വൈരമുത്തുവിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ 2025 പുരസ്കാരമാണ് 2026 പ്രഖ്യാപിച്ചത്. 60ാമത് ജ്ഞാനപീഠമാണ് തമിഴ് കവിയും ഗാനരചയിതാവും നോവലിസ്റ്റും ഒക്കെയായ ആർ വൈരമുത്തുവിന് ലഭിച്ചിരിക്കുന്നത്. അതായത് 11 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവുമാണ് ജ്ഞാനപീഠം പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനമായി ലഭിക്കുക. 11 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും. ഓക്കെ, അതായത് 7500-ലേറെ പാട്ടുകളും കവിതകളും എഴുതിയ വൈരമുത്തു 7 തവണ ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക, 7 തവണ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തമിഴ് ഭാഷയിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 3ാമത്തെ സാഹിത്യകാരനാണ്. തമിഴ് ഭാഷയിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 3ാമത്തെ സാഹിത്യകാരനാണ് ആർ വൈരമുത്തു. പഠിച്ചു വെക്കുക. 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് വിനോദ് കുമാർ ശുക്ലയാണ്. ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2025 ആർ വൈരമുത്തു. 2024 വിനോദ് കുമാർ ശുക്ല, 2025 ആർ വൈരമുത്തു. ജ്ഞാനപീഠ പുരസ്കാരമാണ്, മറന്നുപോകരുത്. ഏറ്റവും ആദ്യം 1965 മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്. ആ 1965 ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. മലയാളത്തിന്റെ മഹാകവി ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, മലയാളത്തിന്റെ മഹാകവി ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം 1965 ലഭിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായി ജ്ഞാനപീഠം ഒന്ന് പഠിച്ചിട്ട് പോകുക. പിന്നെ നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി ജ്ഞാനപീഠം സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ സെപ്പറേറ്റ് ആയി പറയുന്നത് കൊണ്ട് കലാകായികം സാഹിത്യ സംസ്കാരത്തിലൊക്കെ ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ കൃത്യമായി തന്നെ പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 2026 52ാമത് G7 52ാമത് G7 എവിടെയാണ്? ഫ്രാൻസിൽ വെച്ചാണ്. ഫ്രാൻസിൽ വെച്ചാണ് നടക്കുന്നത്. ഫ്രാൻസിലെ എവിയാനിലാണ്. ഫ്രാൻസിലെ എവിയാനിൽ വെച്ചിട്ടാണ് 2026 ജൂൺ 15 മുതൽ 17 വരെ 52ാമത് G7 നടക്കുന്നത്. ഫ്രാൻസിലാണ്. G7 ഫ്രാൻസ്. G7 52ാമത് ഫ്രാൻസിൽ വെച്ചിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കും. 1975 6 രാജ്യങ്ങളുടെ കൂട്ടായ്മയായി G6 രൂപീകരിച്ചത്. 1976 കാനഡ ചേർന്നതോടെ G7 ആയി മാറുകയാണ്. 1975 6 രാജ്യങ്ങളുടെ കൂട്ടായ്മയായി ഗ്രൂപ്പ് 6 അല്ലെങ്കിൽ എന്താണ് G6 ആരംഭിക്കുന്നത്. 1976 കാനഡ കൂടി ചേർന്നതോടെ G7 ആയി മാറി. 1998 റഷ്യ ചേർന്നതോടെ G8 ആയി മാറുകയും ചെയ്തു. 1998 G8 ആയി. ഇതോടെ റഷ്യ ചേർന്നു, G8 ആയി. 2014 ക്രിമിയ പിടിച്ചടക്കുന്നതിനെ തുടർന്ന് റഷ്യ എന്ത് ചെയ്തു? റഷ്യയെ പുറത്താക്കി വീണ്ടും G7 ആയി മാറി. വീണ്ടും G7 ആയി മാറിയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ആസ്ഥാനമോ സ്ഥിരമായ സെക്രട്ടേറിയറ്റോ ഇല്ല. G7 സ്ഥിരമായ ഒരു ആസ്ഥാനമില്ല, ഒരു സെക്രട്ടേറിയറ്റോ ഇല്ല. ഓരോ അംഗരാജ്യങ്ങളുമാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഓരോ വർഷവും ഓരോ അംഗരാജ്യം അധ്യക്ഷ സ്ഥാനം വഹിക്കും. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവരും യൂറോപ്യൻ യൂണിയനും ചേർന്നതാണ് G7 എന്ന് പറയുന്നത്. ഇപ്പൊ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ചേർന്നതാണ് G7 എന്ന് പറയുന്നത്. ഇന്ത്യ അംഗരാജ്യമല്ല, ആതിഥേയ പദവി വഹിക്കുന്ന ഇന്ത്യ ഒരു ആതിഥേയ ബഹുമതികൾ എപ്പോഴും ഇന്ത്യ എല്ലാ വർഷവും ക്ഷണിക്കാറുണ്ട്. ഇന്ത്യ പലപ്പോഴും പങ്കെടുക്കാറുമുണ്ട്. ഓക്കെ, 2025 വേദി കാനഡയാണ്. 2025 കാനഡയിലാണ്. 2024 ഇറ്റലിയിലെ അബുലിയാണ്. ഇറ്റലിയിലാണ് 2024. 2025 കാനഡ, 2026 ഫ്രാൻസ്. ഇറ്റലി, കാനഡ, ഫ്രാൻസ്. ഇറ്റലി, കാനഡ, ഫ്രാൻസ്. 2024, 2025, 2026. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. ഇതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കുറേയധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ഇനിയും കടന്നു വരും. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സേഫ് ആണ്. ഈ കറണ്ട് അഫയർ സെഷനിലെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആയിരിക്കും. ഇതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ ചാനൽ കൃത്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എല്ലാ ദിവസവും 7 മണിക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ
എന്താണ് നമ്മുടെ പല ക്ലാസ്സുകളും കാര്യങ്ങളും ഏറ്റവും പുതിയ PSC അപ്ഡേഷനും ഒക്കെ നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ട്. കൃത്യമായി കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മറ്റു ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്താണ് വിളിച്ച് എൻക്വയറി നടത്താം, അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, താങ്ക് യു.